നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകാം. അവിടെ രേഷ്മ ബാബു തയ്യാറായി നിൽക്കുന്നുണ്ട്. രേഷ്മ, എപ്പോഴാണ് ഭൗതികദേഹം വസതിയിലേക്ക് എത്തിക്കുക? ടൗൺ ഹാളിലെ പൊതുദർശനം വളരെ വിശാലമായ പൊതുദർശനമാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക ലോകത്തെ പ്രമുഖ വ്യക്തികളുടെ ഒരു ഒഴുക്ക് നമുക്കവിടെ സ്വാഭാവികമായും ഉണ്ടാകും. അതിനുശേഷം അന്ത്യകർമ്മങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? കുടുംബത്തിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം എന്താണ്? ഗൗതം, അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് സെലിംകുമാറിൻ്റെ വടക്കൻ പറവൂരിലെ വീടായിട്ടുള്ള ലാഫിംഗ് വില്ലയിലാണ്. സെലിംകുമാറിൻ്റെ വീടിൻ്റെ ആ പേര് തന്നെ ചിരിക്കുന്ന വീട് അല്ലെങ്കിൽ ലാഫിംഗ് വില്ല എന്ന് തന്നെയാണ്. വളരെ വലിയ സ്വപ്നങ്ങളോടുകൂടി പണി കഴിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വന്തം വീട്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും അതൊക്കെ തന്നെ, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംസ്കാര ചടങ്ങുകൾ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത് വൈകുന്നേരം 3 മണിക്കാണ്. പക്ഷേ ഈ ടൗൺ ഹാളിലെ പൊതുദർശനം നീണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംസ്കാര ചടങ്ങുകൾ നീളാനും അതല്ലെങ്കിൽ ആ സമയം നീളാനായിട്ടുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. വടക്കൻ പറവൂരിലെ ടൗൺ ഹാളിൽ ഏകദേശം 9 മണിക്കാണ് ഈ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. 8 മണിയോടുകൂടി അമൃത ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം നേരെ പറവൂരിലെ ടൗൺ ഹാളിൽ എത്തിക്കും. 9 മണി മുതൽ പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യും. അവിടെ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് പറവൂരുകാരുടെ സ്വന്തം സെലീമേട്ടനാണ്. അതുകൊണ്ട് പറവൂരുകാരായിട്ടുള്ള നിരവധി ആളുകൾ, മലയാള സിനിമാ ലോകത്തെ നിരവധി ആളുകളൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് പറവൂരിലെ ടൗൺ ഹാളിൽ എത്തും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സമയം നീളും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയവും നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 1 മണിക്ക് തന്നെ ലാഫിംഗ് വില്ലയിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 മണിക്ക് സംസ്കാര സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. മതാചാര ചടങ്ങുകളൊന്നും വേണ്ട എന്ന് നേരത്തെ തന്നെ സെലിംകുമാർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യരുത് എന്നുള്ളതാണ് സെലിംകുമാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് മതപരമായിട്ടുള്ള ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ സംസ്കാരം അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സെലിംകുമാറിനെ കുറിച്ച് പറയുമ്പോൾ പറവൂരുകാർക്ക് എപ്പോഴും വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആളായിരുന്നു. ഹാസ്യ നടൻ അല്ലെങ്കിൽ സ്വഭാവ നടൻ. ഒരു മലയാള സിനിമയുടെ ആ ഒരു കരിയറിൽ തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും നാട്യം ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും ലാഫിംഗ് വില്ലയിലേക്ക് ഏതൊരാൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. പ്രളയ സമയത്ത് ലാഫിംഗ് വില്ല ഒരുപാട് പേർക്ക് ഒരു തണലേകിയ ഒരു വീട് കൂടിയാണ്. ഒരുപാട് പേർക്ക് ഇവിടെ അദ്ദേഹം കുറച്ച് നാളത്തേക്ക് അവരുടെ തണലാക്കി ഈ ലാഫിംഗ് വില്ലയെ മാറ്റുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹം അഭിമുഖത്തിലൂടെയൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല സ്വഭാവ നടൻ, ഏറ്റവും നല്ല ഹാസ്യ നടൻ വിട പറയുമ്പോൾ പറവൂരുകാർക്ക് അതീവ ദുഃഖമുണ്ട്. മലയാള സിനിമാ പ്രേമികൾക്കും അതീവ ദുഃഖം തന്നെയുണ്ട്. ഇവിടെ ഈ വീട്ടിലിപ്പോൾ സെലിംകുമാറിൻ്റെ ഭാര്യയും ഇളയ മകനുമാണ് ഉള്ളത്. മൂത്ത മകൻ ആശുപത്രിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഉറ്റ ബന്ധുക്കളൊക്കെ തന്നെ വരുന്നുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ രാവിലെ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൗതം, സെലിംകുമാറിൻ്റെ സിനിമകളെ കുറിച്ച് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. സെലിംകുമാർ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ്റെ കരിയർ തുടങ്ങുന്നത് 97 കാലഘട്ടത്തിലാണ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം അരങ്ങേറി. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ തന്നെ ചില സിനിമകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം തന്നെ പുറത്തു വിടുകയും ചെയ്തു. 2000 കാലഘട്ടമാണ് സെലിംകുമാറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അനവധി സിനിമകളുടെ ഭാഗമായിട്ട് സെലിംകുമാർ മാറി. സെലിംകുമാർ, ഹരിശ്രീ അശോകൻ, ദിലീപ്, ജയറാം കോമ്പിനേഷൻ ഇല്ലാത്ത സിനിമകൾ വിരളം തന്നെയാണ്. 300-ലധികം സിനിമകളുടെ ഭാഗമായിട്ട് സെലിംകുമാർ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി 2000 കാലഘട്ടത്തിൽ ഹാസ്യ നടൻ, എല്ലാ സിനിമകളുടെയും ഭാഗമായിട്ട് മാറി ഹാസ്യ കാഴ്ചവെച്ച നടനേക്കാൾ ഉപരി സ്വഭാവ നടനായിട്ട് മാറിയത് 2004 കാലഘട്ടത്തിലാണ്. അതായത് തനിക്ക് നർമ്മം മാത്രമല്ല സങ്കടവും ഒരു നടൻ്റേതായിട്ടുള്ള എല്ലാ അഭിനയശേഷിയും തനിക്കുണ്ട്, തൻ്റേതായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങും എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാനായതും 2000 കാലഘട്ടത്തിൽ തന്നെയാണ്. 2004 പെരുമഴക്കാലം എന്നുള്ള ചിത്രത്തിൽ സെലിംകുമാർ അഭിനയിച്ചു. അതിൽ ദിലീപിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച രംഗങ്ങൾ അത്ര കണ്ട് മനസ്സിൽ ഇപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന രംഗങ്ങൾ തന്നെയാണ്. അതിനുശേഷമാണ് അദ്ദേഹം അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുൽ എന്നുള്ള കഥാപാത്രത്തിലേക്ക് വരുന്നത്. അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുമ്പോൾ എന്നും ഒരു
ഒരു നൊമ്പരപ്പെടുത്തുന്ന ഒരു സിനിമയാണത്. അത് കണ്ണീരോടുകൂടി അല്ലാതെ ആ സിനിമ കാണാൻ സാധിക്കില്ല. ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ഒരു സാധാരണ കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ പരാധീനതകളിലും നിന്നുകൊണ്ട് ഒരു അച്ഛൻ എങ്ങനെയാണ് 3 പെൺമക്കളെയും പോറ്റി വളർത്തുക, എത്രത്തോളം ആശങ്കകൾ, എത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ തന്നെ കാട്ടിത്തന്ന ഒരു സിനിമയായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്. അതിലെ സാമൂൽ എന്ന് പറയുന്ന അച്ഛൻ. അത്തരത്തിൽ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് സെലിംകുമാറിലെ അഭിനയ വൈദഗ്ധ്യം കുറച്ചുകൂടി അംഗീകരിക്കപ്പെട്ടത്, പ്രശംസിക്കപ്പെട്ടത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അതിനു മുന്നേ തന്നെ ഹാസ്യനടൻ എന്നുള്ള രീതിയിൽ മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു നടനായിരുന്നു. ഈ പറയുന്ന അച്ഛനുറങ്ങാത്ത വീടിന് ശേഷം ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രവും അദ്ദേഹത്തിന് വളരെ അന്തർദേശീയ തലത്തിൽ കൂടി അംഗീകാരം നേടിക്കെടുത്ത ഒരു ചിത്രം തന്നെയാണ്. അതിലെ അത്തർ വിൽപ്പനക്കാരനായിട്ടുള്ള അബു എന്ന് പറയുന്ന അദ്ദേഹം അബു നടന്നുപോയ വഴികളിൽ എത്രത്തോളം സംഭവവികാസങ്ങൾ ഉണ്ടായി. മക്കയിലേക്ക് ഹജ്ജിന് പോകാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ഓരോ നാണയത്തുട്ടുകളും ശേഖരിച്ച് വെക്കുന്ന അത്തർ വിൽപ്പനക്കാരനായിട്ടുള്ള അബു. അങ്ങനെ ആ അബു എത്രത്തോളം പ്രേക്ഷകരിലേക്ക് ആഴ്ന്നിറക്കാമോ എന്നുള്ള രീതിയിൽ അത്രത്തോളം അഭിനയം അദ്ദേഹം സെലിംകുമാർ കാഴ്ചവെച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മറ്റ് സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തു. ഹാസ്യ നടൻ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. സ്വഭാവ നടൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഥാപാത്രങ്ങൾ വരികയും ചെയ്തു. അദ്ദേഹം 3 സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്.